സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സീസറിന്റെ ഭരണപ്രതിനിധിയായ പീലാത്തോസിന്റെ കൈയും കാലും ബന്ധിക്കപ്പെട്ടവനായി, ചുമത്താൻ കുറ്റങ്ങളൊന്നുമില്ലാത്തവനായി ക്രിസ്തുവിനെ ഏൽപ്പിച്ച അന്നത്തെ പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരുടെ ചെരുപ്പ് നക്കിയും കാല് പിടിച്ചും തങ്ങൾക്കനുകൂലമായ സ്ഥിതിഗതികൾ സൃഷ്ടിച്ച് ക്രിസ്തുവിന്റെ പേര് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? പക്ഷെ നിങ്ങൾക്കറിയുമോ, സീസറും പീലാത്തോസും മതപുരോഹിതന്മാരും ഭയന്നത് ഒരു പുതിയ മതത്തിന്റെ ആവിർഭാവമല്ല. ആയിരക്കണക്കിന് മതങ്ങളുള്ള റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മതം ഒരു ഭീഷണിയല്ല. അവർ ഭയന്നതൊരു കാഴ്ചയാണ്. നിങ്ങൾ നിരന്തരമായി പറഞ്ഞു പറ്റിച്ച് ചൂഷണം ചെയ്യുന്ന സാധാരണക്കാരുടെ ഒരു സംഘം സാധാരണക്കാരനായ ഒരുവന്റെ പിന്നാലെ പോകുന്ന അസാധാരണമായ ഒരു കാഴ്ച. തച്ചന്റെ മകൻ, അശ്വങ്ങളില്ലാത്ത, സൈനികരില്ലാത്ത, രാജകിങ്കരന്മാരില്ലാത്ത, പ്രഭുക്കന്മാരുടെ കൂട്ടായ്മയില്ലാത്ത ഒരു സാധാരണക്കാരൻ അവന്റെ പിന്നാലെ 10,000-കണക്കിന് ആളുകൾ നടന്നു. രാഷ്ട്രീയ ജാഥകൾക്ക് പണം കൊടുത്ത് ആളെ കൂട്ടുന്നത് പോലെയല്ല. നികുതി പിടിച്ചു പറിക്കുന്ന ഗുണ്ടകളും വേശ്യകളും പട്ടാള തലവന്മാരും മാനസാന്തരം വന്ന പുരോഹിതന്മാരും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദത്തിനും പെട്ട ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധന്മാരും അടങ്ങുന്ന ഒരു വൻ സംഘം. വീടുകളിൽ പോലും പോകാതെ 2-3 ദിവസങ്ങൾ അവർ അവന്റെ പിന്നാലെ നടന്നു. അവിടുന്ന് മലമുകളിൽ കയറിയപ്പോൾ അവർ താഴെ കാത്തുനിന്നു. അവിടുന്ന് വഞ്ചി കയറി അക്കരയ്ക്ക് പോയപ്പോൾ അവർ കൂട്ടമായി അവിടുത്തെ പിന്തുടർന്നു. നിങ്ങളുടെ പാത്രിയർക്കീസുമാരും മെത്രാപ്പൊലിത്തമാരും സിംഹാസനത്തിൽ വാണരുളുന്നത് പോലെ പോപ്പുലർ ആയിരുന്നില്ല അവർ. പക്ഷെ അവർ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ടു നിരായുധനായി കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി നിൽക്കുന്ന സാധാരണക്കാരനായ ക്രിസ്തുവിനോട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം, നീ പിറവം പള്ളിയുടെ അധ്യക്ഷനാണോ എന്നായിരുന്നില്ല. അവിടെ ഏത് സഭാവിഭാഗം ആരാധന നടത്തണമെന്നായിരുന്നില്ല. അവിടുത്തെ ചോദ്യം, നീ രാജാവാണോ എന്നായിരുന്നു. കാലിൽ വീണ് ഞാൻ ഒരു മതം സ്ഥാപിക്കാൻ വന്നതാണ്, എന്നെ രക്ഷിക്കണമെന്ന് കേണപേക്ഷിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച പീലാത്തോസിന് തെറ്റി. കരയാത്ത രാജ്യം, ബോധമറ്റുവന്ന് വീടുകളിൽ ഭയാന്തരീക്ഷം സൃഷ്ടിക്കുന്ന അച്ഛന്മാരില്ലാത്ത രാഷ്ട്രം, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥ ചെന്നായ്ക്കൾ വാഴാത്ത രാജ്യം, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ അവളുടെ ഇഷ്ടം കൂടാതെ ഒരുത്തരും കൈവയ്ക്കാത്ത രാജ്യം, ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനങ്ങൾ സത്യവും കരുണയും നീതിയും സ്നേഹവുമാണ്. അടുത്ത സഭാവിഭാഗക്കാരന്റെ തലതല്ലിപ്പൊളിക്കാൻ ഓങ്ങുന്ന ഇരുമ്പ് കഷ്ണമല്ല അതിന്റെ ചിഹ്നം, ത്യാഗത്തിന്റെ കൊടുമുടി പേറുന്ന തീർച്ചയാണ്. ക്രിസ്തുവിന്റെ രാഷ്ട്രം പുലരുന്നത് പഞ്ചായത്തിന്റെ വരാന്തകളിലല്ല, നിയമസഭയുടെ കവാടങ്ങളിലല്ല, പാർലമെന്റിന്റെ അധ്യക്ഷ സ്ഥാനത്തുമല്ല. അവയെല്ലാം സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. വിദ്യാഭ്യാസമില്ലാത്ത 11 പേരിൽ തുടങ്ങിയ ആ രാഷ്ട്ര നിർമ്മാണം 21 നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കുകയാണ്. ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ച റോമൻ സാമ്രാജ്യം മണ്ണടിഞ്ഞു. പീലാത്തോസ് ചരിത്രത്തിലെ വില്ലൻ കഥാപാത്രമാണ്. അന്നും ഇന്നും പ്രപഞ്ചത്തിൽ ഒരു ഹീറോയേ ഉള്ളൂ. അത് പൃഥ്വിരാജിന്റെ ലൂസിഫറിൽ പറയുന്ന ചെകുത്താനല്ല. ആ ചെകുത്താന്റെ ചിറകരിഞ്ഞ് താഴെ വീഴ്ത്തിയ, ക്രൂശിൽ അവന്റെ ശിരസറുത്ത, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള, ആഴിയെ കൈകളിൽ തൂക്കി നോക്കി ഭൂമിയെ തന്റെ പാദപീഠമാക്കുന്ന രാജാതി രാജാവായ ക്രിസ്തു, ദ കിങ് ഓഫ് ഓൾ കിങ്സ്. ലോകത്തിന്റെ നെറുകയിൽ കാൽച്ചവിട്ടിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നു, സീസറും അലക്സാണ്ടറും ചാർലിമേനും ഞാനും ബലം കൊണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി, ക്രിസ്തു മാത്രം സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യമുണ്ടാക്കി. ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഉടഞ്ഞു തകരുമ്പോൾ ഈ നിമിഷത്തിൽ അവനു വേണ്ടി മരിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നു.
From the first day to the last, He is the same, majestic and simple, infinitely firm and infinitely gentle. He proposes to our faith a series of mysteries and commands with authority that we should believe them, giving no other reason than those tremendous words, I am God.